അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോയതിനു ശേഷം പിന്നെ എല്ലാവരുടെയും ആഗ്രഹമാണ്, സഹാബത്തിന്റെ മുഴുവനും ആഗ്രഹമാണ്, വിശിഷ്യ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മനസ്സിന്റെ വല്ലാത്ത ഇഷ്ടമാണ്, കൊതിയാണ് മക്കത്തേക്ക് ഒന്നുകൂടി പോവാൻ. പിറന്ന നാടാണ്, പരിപാവനമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. മദീനയിൽ സ്നേഹവും ഇഷ്ടവും ആർദ്രതയും അനുകമ്പയും എല്ലാം കൊടുക്കാൻ ആളുകളുണ്ടെങ്കിലും മക്കയിലേക്കൊന്ന് പോകണം എന്ന അതിയായ ആഗ്രഹം എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. ഉംറ നിർവഹിക്കുക, വിശുദ്ധമായ ജന്മനാട് കാണുക, അങ്ങനെ ഒരുപാട് ഇഷ്ടവും കൊതിയും മനസ്സിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മക്കത്തേക്കുള്ള ഒരു യാത്ര സ്വപ്ന ദർശനമുണ്ടായതിനു ശേഷം തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെയും കൂട്ടി മദീനത്ത് നിന്ന് മക്കത്തേക്കൊരു യാത്ര പോവാണ്. മദീനത്ത് നിന്ന് മക്കത്തേക്ക് യാത്ര പോകുമ്പോൾ മക്കയിലെ നിലവിലെ ശത്രുക്കൾ ആയുധങ്ങൾ, സജ്ജീകരണങ്ങൾ, തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ പ്രിയപ്പെട്ട സഹാബികളും വരുന്നത് യുദ്ധം ചെയ്യാനാണ് എന്ന് കരുതിയിട്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ വേണ്ട വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നടത്തിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിവരം അറിഞ്ഞപ്പോ ആ വിവരം അറിയിച്ചവരോടൊക്കെയും പറഞ്ഞു, ഞാൻ ഉംറ നിർവഹിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. ഇസ്ലാമിന്റെ വസ്ത്രത്തിൽ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ നിന്നു. അങ്ങനെയാണ് ഹുദൈബിയ കരാറും അതിനോടനുബന്ധിച്ച ഒരുപാട് വിഷയങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒടുവിൽ യുദ്ധം ചെയ്ത് യാത്ര ചെയ്ത് മക്കയോട് അടുത്തെത്തിയിട്ട് മടങ്ങിപ്പോകുക എന്നത് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട്, നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ തലമുടി മുറിച്ച് നമുക്ക് മൃഗങ്ങളെയും അറുത്ത് അൽഹംദുലില്ലാഹ് ഇവിടെ നിന്ന് തിരിച്ച് മക്കത്തേക്ക് മദീനത്തേക്ക് മടങ്ങിപ്പോകാമെന്ന് പറയുമ്പോ ആ സ്വഹാബത്തിന്റെ മുഖഭാവങ്ങൾ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വർത്തമാനം കേട്ട് മഖാമ മിൻഹും റജുലുൻ, ഒരു മനുഷ്യൻ പോലും എഴുന്നേറ്റിട്ട് ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. കാരണം അവരെ കുറ്റപ്പെടുത്താനാകില്ല, അത്രത്തോളം ഇഷ്ടവും അത്രത്തോളം ആഗ്രഹവും അത്രത്തോളം ആർത്തിയും അവർക്ക് മക്ക കാണാനുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേൾക്കാൻ അവർ മാനസികമായി തയ്യാറാകാതെ വന്നപ്പോ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമായി. അവിടുത്തെ മനസ്സിന് വല്ലാത്ത ദുഃഖം തളം കെട്ടി, അവിടുത്തെ പ്രയാസം ഉണ്ടായി. പക്ഷേ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്? ആ സദസ്സിന്റെ മുമ്പിൽ നിന്ന് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് തന്റെ എല്ലാമായ പ്രിയപ്പെട്ട തന്റെ സഹധർമ്മിണിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങൾ ഓർക്കണം, ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള ചങ്കൂറ്റമുള്ള, ചങ്കുറപ്പുള്ള, തന്റെ ഇടമുള്ള, അല്ലെങ്കിൽ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശവും സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താനിത് പറഞ്ഞിട്ട് സഹാബികൾ എഴുന്നേറ്റ് പ്രതികരിക്കാത്ത ഒരവസ്ഥ, ആ ഒരു മനോദുഃഖം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ വസ്സലാമു പോലും വന്ന് സമാശ്വാസ വാക്ക് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സഹായിക്കും. അങ്ങനെ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ ആശ്വാസ വാക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതിനൊന്നും നിൽക്കാതെ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക് കൊടുക്കുന്ന ഒരു വലിയ പരിഗണനയാണ്. നിങ്ങൾ ആലോചിക്കണം, ചോദിക്കാൻ പോകുന്നത് തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയല്ല, ആലോചിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയല്ല. പക്ഷേ അവിടെ തന്റെ കൂടെയുള്ള പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന ഇണക്ക്
ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ പരിഗണനയാണ്. അവിടത്തോട് പറഞ്ഞപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ എന്ന മഹദിയായ ഭാര്യ ആരംഭപ്പൂവായ പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുന്ന് ഈ കാര്യം ചെയ്യുക. അവിടുന്ന് പറഞ്ഞിട്ട് സഹാബികൾ കേട്ടില്ല എന്ന വിഷമം അങ്ങ് മനസ്സിൽ വെക്കണ്ട. അങ്ങ് മുടി മുറിക്കുക നബിയെ, അങ്ങ് ബലിയറുക്കുക റസൂലേ. അവിടുന്ന് തിരിച്ചു മദീനത്തേക്ക് മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുക റസൂലേ. ആരെയും അങ്ങ് മൈൻഡ് ചെയ്യണ്ട, അവര് പറയുന്നതൊന്നും കേൾക്കണ്ട. ചരിത്രത്തിന്റെ ശകലങ്ങൾ പറയാനല്ല, ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ കൂടെ കൊണ്ടു നടന്നിരുന്ന പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുത്തിരുന്ന പരിഗണനയാണ്. തന്റെ സഹധർമ്മിണിയോട് ആ വിഷയം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ആലോചിക്കാൻ കാണിച്ച ഒരു മനസ്സാണ്. അല്ലാഹുവേ, ഇന്ന് ഭാര്യ ഭർത്താവിന് പരിഗണന കൊടുക്കുന്നുണ്ടോ? ഭർത്താവ് ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കുന്നുണ്ടോ? പെട്ടുപോയി എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മനോഹരമായ ഗ്രാമപ്രദേശത്തിന്റെ വീടിന്റെ കത്തളങ്ങളിൽ രണ്ട് ഭാഗങ്ങളിലായി തലതിരിച്ച് കിടന്നുറങ്ങുന്ന എത്രയോ രാത്രികളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞ ഏറ്റവും ഗൗരവമുള്ള വസിയത്ത് അന്നിസാ, സ്ത്രീകളെ വിഷയത്തിൽ നിങ്ങൾ ഗൗരവം കാണിക്കണേ എന്നാണ്, അവരെ പരിഗണിക്കണേ എന്നാണ്, അവരെ സങ്കടപ്പെടുത്തരുത് എന്നാണ്, അവരെ വേദനിപ്പിക്കരുത് എന്നാണ്, അവരെ നൊമ്പരപ്പെടുത്തരുത് എന്നാണ്, അവരെ നിങ്ങൾ പൊന്നുപോലെ കാത്തുകൊള്ളണമെന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് പിടിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തെങ്കിൽ ഭാര്യയുടെ മുന്നിൽ രാക്ഷസനെ പോലെ കടിച്ച് ഇറാദിക്കുന്ന തൃപ്പങ്ങോട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരറിയണം, നീ ആർക്കു വേണ്ടിയാണ് സുജൂദ് ചെയ്യുന്നത്? നീ ആരെ കലാമാണ് പാരായണം ചെയ്യുന്നത്? നീ ആരെ കാണാനാണ് മക്കത്തും മദീനത്തും പോകുന്നത്? ഇവിടെ നിന്റെ ദീൻ ഉടഞ്ഞ തരിപ്പണമായി പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. വീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോ മക്കയിലെ പർവ്വതങ്ങൾ പോലും കിടകിടാ വിറച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യയോടത്ത് ഒരു കുട്ടിയെപ്പോലെ ഇടപെടുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഭാര്യയെക്കുറിച്ചുള്ള വിഷമങ്ങളും വേദനകളും അതൊരു ഭാരമായി കൊണ്ടു നടക്കുന്നവരോട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത് അവർക്ക് നിർബന്ധമില്ലെങ്കിൽ പോലും വഹിയ ഖബ്ബാസത്തുൽ ലീ, അവർ ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നില്ലേ? ഭാര്യ ഭർത്താവിന് ആഹാരം വെച്ച് കൊടുക്കണമെന്നൊരു നിർബന്ധമല്ല. അങ്ങനെ നിർബന്ധമായി ഇസ്ലാമിക ശരീഅത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഭാര്യ ഭർത്താവിന് 3 നേരം ഭക്ഷണം വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ നിർബന്ധമില്ലാതിരുന്നിട്ട് പോലും അവര് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ? വഹിയ വസാലത്തുൽ സിയാബി ലിസിയാബി, വസ്ത്രമലക്കി തരല് നിർബന്ധമില്ല. എന്നാലും ഭർത്താവ് അഴിച്ചിടുന്ന വസ്ത്രത്തെ അപ്പടി തന്നെ എടുത്തുകൊണ്ടുപോയി അലക്കി ഉണക്കി മടക്കി വെക്കാൻ ഒരു പെണ്ണു മനസ്സ് കാണിക്കുന്നില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിർബന്ധമില്ല, ഭർത്താവിന്റെ വസ്ത്രം ഒരു ഭാര്യ അലക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. പക്ഷെ എന്നാലും ഭർത്താവ് കൊണ്ടുവന്ന് മാറ്റിയിടുന്ന വസ്ത്രം അപ്പഴി തന്നെ എടുത്തുകൊണ്ടുപോയി എത്ര ബഹുമാനത്തോടെ ആദരവോടെ അതാ പ്രിയപ്പെട്ട ഭാര്യ അലക്കി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കൽ ഭാര്യമാർക്ക് നിർബന്ധമില്ല. ഒരു പെണ്ണ് പറയുകയാണ് ഭർത്താവിനോട്, ഞാൻ നമ്മുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണമെങ്കിൽ ഒരു തുള്ളിപ്പാലിന് 100 രൂപ വെച്ച് നിങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ അത് ഭർത്താവ് കൊടുത്തിട്ട് കുഞ്ഞിന് പാല് കുടിപ്പിക്കണമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മുടെ കുഞ്ഞൊന്ന് ഉണർന്നാൽ, ഒന്ന് കരഞ്ഞാൽ
ഓടിപ്പോകുന്നില്ലേ? ആ കുഞ്ഞിനെ ചേർത്ത് വെച്ചുകൊണ്ട് പാല് കൊടുക്കുന്നില്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് സഹിക്കണേ, ഒന്ന് ക്ഷമിക്കണേ, ഒന്ന് താഴ്ന്നു കൊടുക്കണേ, ഒന്ന് കളിക്കണേ, ഒന്ന് ചിരിക്കണേ, ഒന്ന് കൊഞ്ചണേ, ഒന്ന് ലാളിക്കണേ, ഒന്ന് ഓമനിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമരെന്നറിയുമോ? 10-35 മക്കൾക്ക് ദറസെടുത്തുകൊണ്ടിരിക്കുന്ന സലീമൻ വരി ഉസ്താദാണോ? ഈ ശാരീരികമായ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഈ വിനീതനാണോ? ഈ മഹല്ലിന്റെ അഭിമാനത്തോടെ നേതൃത്വം കൊടുക്കുന്ന സെക്രട്ടറിയാണോ? അതല്ല, ഇവിടെ എന്താവശ്യം പറഞ്ഞാലും 1, 2, 3 ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുന്ന ഈ മഹല്ലിലെ മുതലാളിമാരാണോ? ആരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും. നിങ്ങളുടെ ഭാര്യമാര് പറയണം എൻ്റെ ഭർത്താവ് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഉത്തമനാവുകയുള്ളൂ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിങ്ങനെ കുടുംബജീവിതം പ്രസംഗിച്ച് അല്ലെങ്കിൽ സ്നേഹസാഗരമൊക്കെ നടത്തി അങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഏറ്റവും വലിയ ഹൈറുള്ള ഒരാളാണോ, ഞാനൊരു നല്ല വ്യക്തിയാണോ എന്ന് പറയേണ്ടത് ആരാണ്? ഞാൻ വർഷത്തിൽ 1-2 പ്രാവശ്യം കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ പ്രസംഗം നടത്തുന്നവരോ എൻ്റെ കമ്മിറ്റിക്കാരോ അല്ല. ഇപ്പം ഇന്നലെ കുറ്റിപ്പുറത്ത് പ്രസംഗിച്ച അവിടുത്തെ സംഘാടകർ ഇന്നിവിടെ വന്നു. അവർ വന്ന് വണ്ടി നിർത്തിയിട്ട് കൈ തന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഉഷാറായ, അൽഹംദുലില്ലാ, ഇന്നലെ ഉഷാറായതിൻ്റെ ക്ഷീണമാണ് ഇന്ന് ഞാൻ അനുഭവിച്ചത് പകല്. അപ്പോൾ അവർ പറഞ്ഞു അൽഹംദുലില്ലാ ഉഷാറായി ഉസ്താദേ. അങ്ങനെ അവർ കണ്ടുപോയി. ആ ഒരു ഉഷാറാണോ എൻ്റെ യഥാർത്ഥ ഉഷാറല്ല. ഞാൻ നല്ലവനാണോ? നല്ല വാദമായിരുന്നു. മുതലാര് കുടുംബജീവിതമൊക്കെ പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ടായിപ്പോയി എന്നൊക്കെ പറയൂലേ? എൻ്റെ ഭാര്യയോട് നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ, കാണാനിട വരാതിരിക്കട്ടെ, എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം, എങ്ങനെയുണ്ട് ബാക്കവി? ഭയങ്കര പ്രസംഗമാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കുടുംബജീവിതമൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആ പ്രിയപ്പെട്ടവൾ അൽഹംദുലില്ലാ എനിക്ക് ഓക്കെയാണ്, മാഷാ അല്ലാഹ് റാഹത്താണ്, സ്നേഹമാണ്, പരിഗണനയാണ്, ഇഷ്ടമാണ്, അടുക്കളയിൽ വരും, ജോലിയൊക്കെ ചെയ്തു തരും, ബാത്റൂം കഴുകിത്തരും, മുറ്റം അടിച്ചു തരും, ചിലപ്പോൾ തുണി അലക്കാൻ കൂടെ നിൽക്കും ഒക്കെ പറയാൻ എൻ്റെ ഭാര്യ മനസ്സ് വെച്ച് നിങ്ങൾക്കത് കേൾക്കാൻ ഭാഗ്യമുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നൗഷാദ് ബാക്കവി ഓക്കെയാണെന്ന് പറയാൻ പറ്റും. പ്രസംഗത്തിന് ലൈക്ക് അടിക്കുന്ന പോലെ ജീവിതത്തിന് ലൈക്ക് അടിക്കാൻ പറ്റൂല. അത് അന്വേഷിക്കണം, പരിശോധിക്കണം. ഇത് ആരാ പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ മുത്തുനബി ഉത്തമനാണോ എന്ന് നമുക്ക് അവിടുത്തെ ഭാര്യമാരോട് ചോദിച്ചു നോക്കിയാലോ? മുല്ല റസൂലിനുൽ വല്ലമാരല്ലേ കുല്ലും ഈ മാലയിൽ ഞാൻ ചൊല്ലുന്നതാണല്ലേ. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമൂനത്തും വാ റംല ഇന്ദും വസൈനബും ഗദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ. എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് പറഞ്ഞുകൊണ്ടിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട മുത്തായ ഹബീബ്? ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു വാക്കാണ് വിശ്വാസികളുടെ കർണപുടം ഇരച്ചു കയറേണ്ടത്. ലാ യുഖ്സികല്ലാഹു അബദാ. നബിയേ, നിങ്ങൾ അല്ലാഹു പരാജയപ്പെടുത്തൂല നബിയേ. അങ്ങയെപ്പോലെ സ്നേഹമുള്ളവരാരാ? അങ്ങയെപ്പോലെ കരുണയുള്ളവരാരാ? അങ്ങയെപ്പോലെ ആർദ്രതയുള്ളവരാരാ? അങ്ങയെപ്പോലെ പരിഗണന തരുന്നവരാരാ? അങ്ങയെപ്പോലെ വാരിപ്പുണരുന്നവരാരാണ്? അങ്ങയെപ്പോലെ സ്നേഹം കൊണ്ട് ലോകത്തെ തോൽപ്പിക്കുന്നതാരാണ്? വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാം, ഇച്ചിരി കുമ്പും കുസൃതിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഭാര്യയല്ലേ? ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രസകരമായ ഒത്തിരി സംഭവങ്ങൾ.
മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കുടുംബജീവിതത്തിൽ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാലോ, എങ്ങനെയുണ്ട് നിങ്ങളുടെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഭർത്താവ്? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന ഖുലുഖുൽ ഖുർആൻ. എന്റെ മുത്തുനബിയുടെ സ്വഭാവം തന്നെ ഖുർആനാ. ഖുർആൻ എന്താണോ പറഞ്ഞത് അതാണ് ഹബീബ്. ഖുർആൻ പറഞ്ഞ ഭർത്താവ്, ഖുർആൻ പറഞ്ഞ വാപ്പ, ഖുർആൻ പറഞ്ഞ നേതാവ്, ഖുർആൻ പറഞ്ഞ കുടുംബനാഥൻ. തൃപ്പങ്ങോട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കങ്ങനെ ആവാൻ കഴിയുന്നുണ്ടോ? ഇന്നത്തെ ഈ ഒരു പ്രസംഗം കഴിയുമ്പോൾ നിങ്ങളിൽ ഖുർആൻ പറഞ്ഞ ഒരു ഭർത്താവ് ഉണ്ടാവട്ടെ, ഒരു ഖദീജ ഉണ്ടാവട്ടെ, ഒരു അരിയാര് നിങ്ങളുണ്ടാവട്ടെ. കുടുംബജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവന് ഈ ഭൗതിക ലോകത്ത് മരിക്കുമ്പോഴും അല്ലാഹു സമാധാനം കൊടുക്കൂല. ബിസിനസ് ഉണ്ട്, കച്ചവടമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കനലുണ്ടാവും. എന്താണെന്നറിയോ കനല്? ഭാര്യ ശരിയല്ല. താത്ത കാണാൻ നല്ല മുഞ്ചത്തിയാണ്, സ്വർണ്ണമുണ്ട്, വാപ്പാക്ക് സ്വത്തുണ്ട്, ഉമ്മാക്ക് സ്വത്തുണ്ട്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ മാനസികമായി തകർന്നു പോകും. ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവില്ല. ഒക്കെ അഭിനയമാണ്. എത്രയോ പേര് ഇവിടെ അഭിനയിക്കുന്നുണ്ടാവും. സ്വാലിഹത്തായ ഭാര്യ എന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. വലിയ മഹാഭാഗ്യമാണ്, ചെറിയ ഭാഗ്യമൊന്നുമില്ല. ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിധിയാണത്. നിധി. എപ്പോഴും പിണക്കമാണ് ഉസ്താദെ, എപ്പോഴും അടിയാണ്, എപ്പോഴും വഴക്കാണ്, എപ്പോഴും പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. സഹോദരിമാരെ നോട്ട് ചെയ്തോ? ഇടികൊണ്ട് കരഞ്ഞ് കണ്ണീരിൻ്റെ ഉപ്പുരസം എന്ന് സഹോദരിമാർ പറയാൻ കാരണം എന്താ? കരഞ്ഞ് കണ്ണീര് വാക്യകത്തോട്ട് ഇറങ്ങും. അതാണ്. അപ്പോഴാണ് അറിയാൻ പറ്റും. ഒരുപാട് പ്രയാസം, ഒരുപാട് സങ്കടം, ഒരുപാട് ദുഃഖം അനുഭവിച്ച് ഇപ്പോഴും ഉസ്താദേ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഈ സദസ്സിലില്ല. അയാൾ കള്ളുകുടിച്ചുകൊണ്ട് മലബാറിൻ്റെ തിരൂരിൻ്റെ ഏതോ ഭാഗത്തുണ്ട്. ഇന്ന് വരുമോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. ഉസ്താദേ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. ഫോൺ വിളിച്ചിട്ട് 3 മാസമായി. വിളിച്ചാൽ തന്നെ ഒന്ന് സുഖമാണോ എന്ന് പോലും ചോദിക്കൂല. ഈ 3 മക്കളെയും കൊണ്ട് ഞാനിവിടെ കഷ്ടപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവൻ അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ പരിഭവങ്ങളുടെ പാണ്ടക്കെട്ട് തലയിൽ ചുമന്നുകൊണ്ട് ഈ സ്വർഗീയ ആരാമത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഉസ്താദേ എല്ലാം ഓക്കെയാണ്, പണമുണ്ട്, ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്, സർവ്വതുമുണ്ട്. പക്ഷേ എനിക്ക് അല്ലാഹു തന്ന ഭാര്യ വലിയ പ്രശ്നക്കാരിയാണ്. ഒരു സമാധാനമില്ല ഉസ്താദേ. വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റൂല, സമാധാനത്തോടെ കിടക്കാൻ പറ്റൂല. എത്രയോ വർഷങ്ങളായി ഞാനും അവളും 2 റൂമിലാണ് കിടന്നുറങ്ങുന്നത്. പരസ്പരം മുഖത്തോട് മുഖം നോക്കൂല. ഞാൻ ആഹാരം കഴിക്കുന്നത് ഹോട്ടലിൽ നിന്നാണ് എന്ന് പറഞ്ഞ് നീറുന്ന മനസ്സുമായി ഈ സദസ്സിലിരിക്കുന്നവരുണ്ടോ? അല്ലാഹു എന്ന ഖുർആനാണ് ലോകത്തെ ഏറ്റവും വലിയ മരുന്ന്. എല്ലാ അസുഖത്തിന്റെയും മരുന്ന് ഖുർആനാണ്. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഖുർആനാണ്. എല്ലാ പ്രതിസന്ധികൾക്കും ആശ്വാസം ഖുർആനാണ്. സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്ത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ എന്ന് തുടങ്ങുന്ന 21-ാമത്തെ ആയത്ത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ 21 പ്രാവശ്യം ഓതി കരഞ്ഞ് ഒരു പെണ്ണ് 21 ദിവസം ദുആ ചെയ്താൽ, ഒരു ഭർത്താവ് അങ്ങനെ ദുആ ചെയ്താൽ, അല്ലാഹുവേ കൊതിയോടെ കല്യാണം കഴിച്ചവളാണ്, നാട്ടുകാർ മുഴുവനും പറഞ്ഞു എടാ സ്ത്രീധനം കിട്ടൂല, സൗന്ദര്യമില്ല, പാവപ്പെട്ടവളാണ്, എന്തിനാണ് പോയി ആ വിഷപ്പാമ്പിനെ കിട്ടുന്നതെന്ന് പലരും ചോദിച്ചപ്പോ അല്ലാഹുവേ നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, ഇപ്പൊ സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലാ, അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം നീ ഒന്ന് പരിഹരിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്ത് 21 പ്രാവശ്യം ഓതിയിട്ട് കരഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ ജലാലായ റബ്ബ്, ഇണകളെ സൃഷ്ടിച്ച പടച്ചോ കാരുണ്യവാനായ അല്ലാഹു വഅസ്വാജുഹു ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖൂൻ, നാളെ
സ്വർഗത്തിൽ ഇണകൾക്ക് വേണ്ടി ആട്ടുതൊട്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പടച്ചതമ്പുരാ നിങ്ങൾക്കതിന് പരിഹാരം തരുന്നതാണ്. നോട്ട് ചെയ്ത് വെച്ചോളി താത്ത. ഇനി അങ്ങനെ ഒരു പരിഹാരമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അതൊരു സുഖമാണെന്ന് കരുതി ജീവിക്കുന്നവരുണ്ട്. ആ ജീവിതം വളരെ അപകടമാണ്. പരിഹാരമൊന്നും വേണ്ട ഉസ്താദേ, അതെങ്ങനെ പൊയ്ക്കോട്ടെ, എനിക്കിപ്പോഴാണ് ഒരു സ്വാതന്ത്ര്യം. ഭർത്താവ് മിണ്ടാതിരുന്ന അത്രയും സൗകര്യം. വീട്ടിൽ വൈഫൈ ഉണ്ട്, വൈഫൈ ശരിയല്ലെങ്കിലും വൈഫൈ ശരിയാണ് എല്ലാ വീട്ടിലും. അത് ഓണാക്കുക, അങ്ങനെ റീൽസുകൾ ഇങ്ങനെ കാണുക, ഭക്ഷണം ഇങ്ങനെ ഓർഡർ ചെയ്യുക, അതിൽ തന്നെ കുത്തി കൊടുത്താൽ മതി. ഇഷ്ടമുള്ള ആഹാരം വീട്ടിൽ വരും. ചിലപ്പോൾ കൊണ്ടുവരുന്ന 2 ദിവസം അവിടെ നിന്നിട്ടും പോകും. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം പോലെ ഒക്കെ നടക്കും, എല്ലാം ചെയ്യാം. പിന്നെ എന്തിനാണ് എനിക്കൊരു ഭർത്താവ് എന്ന് ചോദിക്കുന്ന ഭാര്യ. ഭർത്താക്കന്മാരും പറയും ഇങ്ങനെ പോട്ടെ ഉസ്താദേ, എന്തിനാ പരിഹാരം, എനിക്ക് തോന്നുന്ന പോലെ പോകാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിലെ ചാനലിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട്, അഭിഹിതം വലിയ ഐശ്വര്യമാണത്ര. എന്തോ ഒരു അബദ്ധമാണ് ഈ പറയുന്നത്. ആലോചിച്ചു, ആരോടായി പറയുന്നത്? അവർക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്. അവർ പറയാണ് അഭിഹിതം ജീവിതവുമായി ചേർക്കാതെ രസത്തിന് കൊണ്ടു നടക്കുന്നത് നല്ലതാണ്. എന്നും ഒരാളെ തന്നെ കാണുക, എന്നും ഒരാളുടെ കൂടെ തന്നെ ഇരിക്കുക, എന്നും ഒരാളുടെ കൂടെ തന്നെ കിടക്കുക, അതൊക്കെ മോശമാണ്. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് അവിഹിതം അനാവശ്യമല്ല, ആവശ്യമാണെന്ന് വരുത്തി തീർക്കുകയാണ്. അള്ളാഹുവേ, യജമാനനായ പടച്ചോനെ, പാവപ്പെട്ട ഞങ്ങളെ സൂക്ഷ്മതയുള്ളവരാക്കി നീ മാറ്റണേ അല്ല. 3 കഷണം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് കിടത്ത ചെറുപ്പക്കാരാ. ഞാൻ മെനിങ്ങാന്ന് പ്രസംഗിക്കാൻ പോയത് താനൂര് ത്വാഹ ബീച്ച് എന്ന് പറയുന്ന കടപ്പുറത്താണ്. അവിടെ ബോട്ടപകടം നടന്ന വർഷം 2 ദിവസം കൂടി കഴിയുമ്പോൾ അതിൻ്റെ ആണ്ട് തികയാണ് ഉസ്താദേ. കുറേ കുഞ്ഞുമക്കളും ഇത്തമാരും ഇക്കമാരും വെള്ളത്തിലേക്ക് താണുപോയി. നോക്കി നിൽക്കുമ്പോൾ മരണപ്പെട്ടു പോയ മയ്യത്തുകളെ പൊതിഞ്ഞുകൊണ്ട് കിടത്തിയ ആ നാട്ടിലാണ് പ്രസംഗിച്ചത്. വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇന്ന് ഷാഫി ഇവിടെ ക്യാമറമാനായി വന്നിരിക്കുന്ന ഷാഫിയുടെ നാട്ടിൽ 2.5 വയസ്സുള്ള ഒരു കുട്ടി, 2.5 വയസ്സല്ലേ, 2.5 വയസ്സുള്ള ഒരു കുട്ടി ഇന്നലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലിൽ വീണു. രാത്രിയിൽ മരണപ്പെട്ടു പോയി. ഇന്നതിൻ്റെ പോസ്റ്റ്മോർട്ടവും അതിൻ്റെ കബറടക്കവും അതിനെ കൊണ്ടുവരുന്ന രംഗമൊക്കെ നോക്കി നിൽക്കാൻ പറ്റാത്ത വിധം മനുഷ്യൻ ഇല്ലാണ്ടായി പോവാണ്. നമുക്കിങ്ങനെ കളിക്കണം, നമുക്കങ്ങനെ സുഖിക്കണം. എന്ത് ഇസ്ലാമിൻ്റെ ശരീഅത്ത്, എന്ത് സർക്കിള്, ആരും ആരെയും ചോദ്യം ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല. വാപ്പ മോനോട് ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആ മോന് വാപ്പ പിന്നെ ശത്രുവാകുകയാണ്. ഉമ്മാക്ക് ചോദിക്കാൻ അവകാശമില്ല, മോളെ ആരാ നിന്റെ ഫോണിൽ ഇത്രയും നേരം സംസാരിച്ചത്, മോളുടെ മുഖം മാറി ചോദിക്കാൻ അവകാശമില്ല. അങ്ങനത്തെ നാട്ടിലാണ്. അല്ലാഹുവേ, നമ്മുടെ മക്കളെ നന്നാക്കി തരണേ അല്ല. ഹറാമ് ചെയ്യാത്ത മക്കളാക്കി തരണേ അല്ല. സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണേ അല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആകെ സമാധാനം, എന്തൊക്കെ പ്രശ്നമുണ്ടായാലും എത്ര പ്രയാസം ഉണ്ടായാലും ആകെ സമാധാനം നമ്മുടെ ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവുമാണ്. ബാക്കിയുള്ളവരൊക്കെ പോവും. ഒരു വലിയ മരത്തിൽ ഒരുപാട് കിളികൾ വന്നിരിക്കും. അതൊന്നും മരത്തിൻ്റെ സ്വന്തക്കാരല്ല, ഒക്കെ പോവും. ലാസ്റ്റ് മരം മാത്രമാവും. അതുപോലെ നമുക്ക് കൂട്ടുകാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, ബന്ധങ്ങളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവസാനം എല്ലാവരും പോവും. ഭാര്യയും ഭർത്താവും മാത്രമാവും. സ്നേഹസാഗരത്തിലൊരു ഭാര്യയും ഭർത്താവുണ്ട്. ഭർത്താവ് പുരുഷന്മാരുടെ റൂമിലും സ്ത്രീകളുടെ വാർഡിൽ ഭാര്യയും. കാരണം അവർക്ക് 2 പേർക്കും ഒരുമിച്ചൊരു റൂമിൽ കിടത്തി കൊടുക്കാൻ പറ്റുന്ന ആഫിയത്തിലല്ല ഉള്ളത്. ഒരാൾക്ക് കണ്ണ് കണ്ടുകൂടാ, ഒരാൾക്ക് ശാരീരികമായി, 2 പേർക്കും ശാരീരികമായി വളരെ ക്ഷീണമുണ്ട്. പക്ഷെ എല്ലാ ദിവസവും അവിടുത്തെ സ്റ്റാഫുകൾ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്ന് കണ്ണ് കാഴ്ചയില്ലാത്ത ഭാര്യയുടെ അരികത്തിരിക്കും. ഇന്നും അവരെവിടെയുണ്ട്, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അവരെ കാണാം. ഞാനിത് പ്രസംഗിക്കുമ്പോഴും അവരെവിടെ കരഞ്ഞുകൊണ്ടോ ചിരിച്ചുകൊണ്ടോ വേദനിച്ചുകൊണ്ടോ ഒക്കെ ഉറങ്ങുന്നുണ്ട്. ആ പ്രിയപ്പെട്ട ഭർത്താവ് സ്നേഹസാഗരത്തിൻ്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലിൽ ഭാര്യയെ കൊണ്ടുവന്ന് സ്റ്റാഫുകൾ ഇരുത്തുമ്പോൾ അദ്ദേഹം ആ ഊഞ്ഞാലിൻ്റെ അറ്റത്തിരിക്കും. കുറേ നേരം വർത്താനം പറയും. 2 പേർക്കും ക്ഷീണമാണ്. നല്ലൊരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴും. അവരുടെ ദുആ പോരെ പ്രിയപ്പെട്ടവരെ, അവരുടെ ദുആ പോരെ സ്നേഹസാഗരത്തെ സഹായിക്കുന്നവർക്കും ഈ പാവപ്പെട്ടവരൊക്കെ അള്ളാഹു കബൂലാക്കിയാൽ രക്ഷപ്പെടാൻ അവരെ ദുആ പോരെ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതുകൊണ്ട്
ഭാര്യയും ഭർത്താവും പരസ്പരം തിരിച്ചറിയണം. നിങ്ങൾ അഭിനയം നിർത്തണം. അതിനാദ്യം വേണ്ടത് പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കലാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും കല്യാണം കഴിഞ്ഞ് ഇതുവരെയുള്ളതൊക്കെ പറഞ്ഞു തീർക്കുക. ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുക. സംസാരിക്കാനൊന്നുമില്ലെങ്കിലും ഒന്നടുത്ത് വിളിച്ചിരുത്തിയിട്ട് വർത്താനം പറയണം. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇശാ നിസ്കാരം കഴിഞ്ഞ് എല്ലാ സ്വഹാബികളും പോയി മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈന്തപ്പനെ ദീനീ ചൈതന്യം പതിയെ നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിന്റെ അരുവികളെ കുറിച്ച് പറഞ്ഞപ്പോ ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അത് ആർക്കാണ് കിട്ടുന്നത് നബിയേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 സ്വഭാവ ഗുണമുള്ളവരെ നിരത്തി വെക്കുകയാണ്. ആ 4 സ്വഭാവ ഗുണമുള്ളവർക്ക് സ്വർഗത്തിന്റെ നദി എന്നത് മാത്രമല്ല, ആ നദി കിട്ടണമെങ്കിൽ എങ്ങനെയാണ് മരിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടു മരിക്കണം. ഖബറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമാകണം. അവിടെ അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ പരലോകത്തിന്റെ ഓരോ നിമിഷങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവണോ. അതിന് ഈ പറയപ്പെട്ട 4 സ്വഭാവങ്ങൾ ഉണ്ടായാ മതിയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒന്നാമത്തത് ഈ മനോഹരമായ സദസ്സിൽ നിന്ന് പിരിഞ്ഞിറങ്ങുമ്പോ എന്റെ ഉമ്മമാരെന്റെ ഉപ്പമാരെന്റെ ചെറുപ്പക്കാരും നെഞ്ചിൽ പതിപ്പിച്ചു വെക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലിമൻ അത്വാബൽ കലാം. ലിമൻ അത്വാബൽ കലാം എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള സംസാരത്തിന്റെ ഉടമ. സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ വായിക്കാത്ത അത്ര അടിക്കണം എന്നല്ല. സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ആ സംസാരത്തിനൊരു സുഗന്ധം ഉണ്ടാവും. ഇപ്പോൾ ഈ സമദാനി സാഹിബിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ സുഗന്ധമുള്ളൊരു വാക്കാണ്. അത് എന്ത് രസമാണ് കേട്ടിരിക്കാൻ. വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു രസമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് സമദാനിയോട്. നാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ, നാട്ടിലെ ഇഷ്ക് മജ്ലിസും മഹബ്ബത്ത് റസൂൽ. ഇഷ്കെന്ന് പറയല്ലേ ബഖവി സാഹിബേ, മഹബ്ബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി. അങ്ങനെ ഫോണിലൂടെ തന്നെ സലാത്ത് എത്രയാണ് ചൊല്ലറ. ഫോണിലൂടെ തന്നെ കുറേ സലാത്തില്ല പാവം. ആ ഒരു ശൈലി, ആ സംസാരത്തിൻ്റെ ശൈലിയാണ്. ഒരു സുഗന്ധമുള്ള സംസാരമാണ്. നിങ്ങളുടെ മുനീർ ഹുദവിക്ക് അങ്ങനെ ഒരു സുഗന്ധമുള്ള സംസാരമാണ്. എൻ്റെ സുഹൃത്ത് മുനീർ ഹുദവി വിളയിലുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ. പിന്നെ നൗഷാദ് ബാഖവി ചിറയുകയാണ്, നല്ല സംസാരമാണ്. അത് സുഗന്ധം ഒന്നും ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് സുഗന്ധം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ബോംബൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. സുഗന്ധമുള്ള സംസാരം ശീലിക്കുന്നൊരു നല്ലതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വെറുപ്പിക്കാത്ത, വേദനിപ്പിക്കാത്ത സംസാരം. ശബ്ദം കൂട്ടുക കുറയ്ക്കുക എന്നതല്ല, മറ്റൊരാളെ വേദനിപ്പിക്കാത്ത സംസാരം. എന്ത് രസമാണ്. അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്ത് വരെ അബൂജഹലിന് നൊമ്പരമുണ്ടാക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അബൂജഹലിനെ വെറുപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മുസ്ലിമാകൂ, അല്ലെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കൂ എന്നത് മാത്രമാണ്. അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. കൊല്ലാൻ വേണ്ടി വാളിന് മൂർച്ചകൂട്ടി നടന്ന ആളാണ്. ഒരു വേദനിപ്പിക്കുന്ന വാക്ക് പോലും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുമ്പോ എന്റെ ഉമ്മ വാതിലിന്റെ മറവിൽ പോയി എങ്ങനെ നിന്നു. എന്റെ മുത്തുനബിക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ പടച്ചോനെ. എല്ലാവരും സുഗന്ധം കൊടുക്കുമ്പോ, ഖമീസ് കൊടുക്കുമ്പോ, അത്തർ കൊടുക്കുമ്പോ, പലഹാരം കൊടുക്കുമ്പോ, ഇറച്ചി കൊടുക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ വാതിലിന്റെ മറവിൽ നിന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, ഇനി ആരാണ് ഉള്ളതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നു, നബിയേ, ഒരു പാവപ്പെട്ട വിളി വാതിലിന്റെ മറവിൽ നിൽക്കുന്നുണ്ട് നബിയേ. തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. ആകെയുള്ളതിന്റെ പ്രതീക്ഷയായ
എന്റെ ആവശ്യമായ, എന്റെ ആഗ്രഹമായ എന്റെ പൊന്നുമോൻ മാത്രമാണ്, അനസ് മാത്രമാണ് നബിയേ. എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് തരുന്ന നബിയേ, എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് തരുന്ന നബിയേ, എന്റെ അനസിന് അങ്ങേക്ക് ഹിദ്മത്തിനുള്ളതാണ്. ഈ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറയാണ്, എത്ര നാൾ കൊണ്ട് ഞാൻ എന്റെ മുത്തുനബിയുടെ കൂടെ നടക്കുന്നുണ്ട്, എത്ര കാലം കൊണ്ട് ഞാൻ എന്റെ പുന്നാര ഹബീബിന് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് വരെ ദേഷ്യപ്പെട്ടിട്ട് എന്നോട് നീ എന്തിനത് ചെയ്തു എന്ന് എന്റെ പ്രിയപ്പെട്ട മുത്ത് റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ലെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. ലോകത്താർക്കാണ് അങ്ങനെ കഴിയുക? ലോകത്താർക്കാണ് കഴിയുക? ഈ പ്രസംഗിക്കുന്ന ഞാനും എൻ്റെ മക്കളോട് ദേഷ്യപ്പെടും, എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടും, ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും. അവിടെയൊക്കെ എന്തോ ഒരു സംയമനമാണ്. അതാണ് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ സ്നേഹം അത് അത്രമേൽ വിശാലമായിരുന്നു. അവരുടെ സ്നേഹം